ശ്രീകാന്ത് ഒപ്പം ചേരുന്നുണ്ട്. ശ്രീകാന്ത്, മെട്രോ സ്റ്റേഷനടുത്ത്, ചെങ്കോട്ടയ്ക്കടുത്ത്, മെട്രോ സ്റ്റേഷൻ്റെ 1-ാം ഗേറ്റിൽ തിരക്കേറിയ മേഖലയിൽ വൈകുന്നേരങ്ങളിൽ കൂടുതൽ പേർ ഒരുമിച്ച് കൂടുന്ന ഇടം, അങ്ങനെ പല കാര്യങ്ങൾ നോക്കുമ്പോൾ മറ്റൊന്ന് കേട്ടത് ആദ്യം ഒരു കാർ പൊട്ടിത്തെറിച്ചു, പിന്നാലെ മറ്റൊന്ന് എന്നാണ്. ഇനി ഈ കാറിൽ നിന്ന് തീ പടർന്ന ആ കാർ പൊട്ടിത്തെറിച്ചതാണോ എന്നറിയില്ല. അങ്ങനെ ഒരു ഏകദേശ രൂപം മാത്രമാണ് ഇപ്പോഴും പുറത്തു വരുന്നത്. പക്ഷേ അതീവ ജാഗ്രതയിലോ തലസ്ഥാനം? കൃഷ്ണരാജ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ചെങ്കോട്ടയിൽ ഈ സ്ഫോടനം നടന്ന സ്ഥലത്തിന് തൊട്ടടുത്താണ്. ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ആ സ്ഫോടനം നടന്ന സ്ഥലത്ത് പോലീസിന്റെ നേതൃത്വത്തിൽ, അതോടൊപ്പം ഫയർഫോഴ്സിന്റെയും ഒക്കെ നേതൃത്വത്തിൽ പരിശോധനകൾ നടക്കുന്നത്. അങ്ങോട്ടേക്കുള്ള പ്രവേശനം നിലവിലിപ്പോൾ പോലീസ് നിയന്ത്രിച്ചിരിക്കുകയാണ്. പക്ഷേ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും പരിക്ക് പറ്റിയ ആളുകളെ, ഈ പ്രദേശത്ത് പരിക്കേറ്റ ആളുകളെ ഈ ആംബുലൻസുകളിൽ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഒരാൾ മരിച്ചതായി സ്ഥിരീകരണം, ഏകദേശ സ്ഥിരീകരണം വന്നിട്ടുണ്ട്. 3 പേർക്ക് പരിക്കേറ്റു എന്നുള്ള സ്ഥിരീകരണമാണ് ആദ്യഘട്ടത്തിൽ വന്നത്. പക്ഷേ അത് 3 പേരല്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. ഇതൊരു മാർക്കറ്റ് കൂടിയാണ് ഈ പ്രദേശം. ഇതിന് തൊട്ടടുത്തായ ഒരു ക്ഷേത്രം കൂടിയുണ്ട്. ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം ചെങ്കോട്ട, ഇതിനുള്ളിലേക്ക് ചെങ്കോട്ടയുടെ ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണുകയും ചെയ്യാം. പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഈ സംഭവം എത്തുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണുകയും ചെയ്യാം. ഇതാ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ചെങ്കോട്ടയിൽ ഈ സ്ഫോടനം നടന്ന സ്ഥലമാണ്. അവിടെ ഈ ചെങ്കോട്ടയ്ക്ക് തൊട്ട് സമീപമാണ് ഈ സ്ഫോടനം നടന്നത്. ഏതാണ്ട് കിട്ടുന്ന വിവരമനുസരിച്ച് 10-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന വിവരം ഇപ്പോൾ മനസ്സിലാകുന്നു. ഔദ്യോഗികമായി നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് 37 വാഹനങ്ങളിലേക്ക് തീ പടർന്നു എന്നാണ് മനസ്സിലാകുന്നത്. ചെങ്കോട്ടയ്ക്ക് 5 കിലോമീറ്റർ ചുറ്റളവിൽ പോലീസ് ഇപ്പോൾ ബാരിക്കേഡ് തീർത്തിട്ടുണ്ട്. ഗേറ്റ് 1-ന് സമീപമുള്ള ഗൗരീശങ്കർ ക്ഷേത്രത്തിന് സമീപമാണ് സ്ഫോടനം ഉണ്ടായത് എന്നതാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. NIA, NSG തുടങ്ങിയ സൈനിക വിഭാഗങ്ങൾ ഈ സ്ഥലത്തേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട്. പരിക്കേറ്റവരെ LNJP ആശുപത്രിയിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. 20 ഫയർ യൂണിറ്റ് സ്ഥലത്തെത്തി, ഫോറൻസിക് ടീം സംഭവ സ്ഥലത്ത് എത്തി എന്നുള്ളതും ഇതോടൊപ്പം എടുത്തു പറയേണ്ടതാണ്. നമുക്ക് കിട്ടുന്ന വിവരം കൃഷ്ണരാജ്, ഈ സ്ഥലത്ത്, ഈ അപകടം നടന്ന സ്ഥലത്ത്, ഡൽഹിയിൽ ഈ ചെങ്കോട്ടയ്ക്ക് സമീപം അപകടം നടന്ന സ്ഥലത്താണ് ജനം TV സംഘം ഇപ്പോൾ ഉള്ളത്. ഡൽഹിയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്നലെയും ഇന്ന് രാവിലെയുമായി നമ്മൾ പല വാർത്തകളും റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് ചില ഭീകര സംഘടനകൾ, ഭീകരർ ഡൽഹിയിലും അഹമ്മദാബാദിലും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ, ലക്നൌവിലെ RSS ആസ്ഥാനം അടക്കമുള്ള സ്ഥലങ്ങളിൽ സ്ഫോടനത്തിന് പദ്ധതി ഇട്ടിരുന്നു എന്ന വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിന് തൊട്ട് പിന്നാലെ ഇന്ന് വൈകിട്ട് ഈ ചെങ്കോട്ടയ്ക്ക് സമീപമുള്ള ക്ഷേത്രത്തിന് തൊട്ട് മുന്നിൽ സ്ഫോടനം നടന്നിരിക്കുന്നു എന്നുള്ളതാണ് വാർത്ത. ആ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി പോകാം. ഇപ്പോൾ പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്, ഇവിടെ ഈ വാഹനങ്ങൾ എല്ലാം തന്നെ, ഈ ചിന്നിച്ചെതറിത്തെറിച്ച വാഹനങ്ങളെല്ലാം തന്നെ ഒരു വശത്തേക്ക് മാറ്റുന്നതും ഇവിടെ പടർന്നു പിടിച്ച തീ അത് അണയ്ക്കുന്നതുമാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിച്ചത്. ഒരു വശത്തേക്ക് നീങ്ങിയാൽ ഒരല്പം കൂടി അതിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ കിട്ടും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പ്രദേശം ആസകലം ഇപ്പോൾ ഇതിനോടകം തന്നെ പോലീസിന്റെ ബന്ദോബസ്തിൽ ആയിക്കഴിഞ്ഞു. ഫയർഫോഴ്സ് സംഘം ഇതിനോടകം എത്തിയിട്ടുണ്ട്. NSGയുടെയും പ്രത്യേക സംഘം ഇവിടേക്ക് പരിക്കേറ്റ ആളുകളെ കൊണ്ടുപോകുന്നുണ്ട്. ഇതാ ഈ ദൃശ്യങ്ങളിൽ കൃഷ്ണരാജ്, ഈ ദൃശ്യങ്ങളിൽ കൃഷ്ണരാജ്, ഞാനിപ്പോൾ നിൽക്കുന്നുണ്ട് ആ സ്ഫോടനം നടന്ന ആ സ്ഥലത്ത്. ചിതറിത്തെറിച്ച ഈ വാഹനം ചിതറിത്തെറിച്ച ദൃശ്യം നമുക്ക് കാണാം. ഇതാ ഈ കാണുന്നതാണ് ആ വാഹനത്തിന്റെ, ഒരു കാറിന്റെ ബോണറ്റിന്റെ ഭാഗമാണ് എന്ന് നമുക്ക് തോന്നുന്നു. ഇത് ചിതറിത്തെറിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാം. ഇവിടെ ഈ അപകടമുണ്ടായ സ്ഥലത്ത് ഇത് ചിതറിത്തെറിച്ച ദൃശ്യം നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും. അതായത് അവിടെ നിന്ന് ഏതാണ്ട് ഒരു 50 മീറ്ററിന് മുകളിലേക്ക് ഈ വാഹനത്തിന്റെ ഭാഗങ്ങൾ ചിതറിത്തെറിച്ച് വന്നിട്ടുണ്ട് എന്ന് കാണാം. അതായത് വലിയ സ്ഫോടനം തന്നെയാണ് പ്രദേശത്തുണ്ടായത് എന്നുള്ളത് ഇതിൽ നിന്നും വ്യക്തമാവുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രദേശം, ഈ ചെങ്കോട്ട എന്ന് പറയുന്നത് തന്ത്രപ്രധാനമായ മേഖല
മേഖലയാണ്. അതോടൊപ്പം അതിന് തൊട്ടടുത്തായി മെട്രോ സ്റ്റേഷനാണ്. അതിനും തൊട്ടടുത്തായി ഒരു ക്ഷേത്രം ഇവിടെയുണ്ട്. ആ ക്ഷേത്രത്തിന് സമീപമാണ് ഈ സ്ഫോടനം, ഈ വലിയ സ്ഫോടനം ഉണ്ടായിട്ടുള്ളത്. ഈ ക്ഷേത്രമാണ് ഈ ദൃശ്യങ്ങളിൽ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഈ നേരെ കാണുന്നതാണ് ഈ ക്ഷേത്രം. ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തായാണ് സ്ഫോടനം ഉണ്ടായത്. ഒരു വശത്തേക്ക് പോലീസ് പൂർണ്ണമായും ബന്ദോബസ്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവിടേക്ക് ആളുകളെ കടത്തിവിടുന്നില്ല പോലീസ്. ഇപ്പോൾ അവിടെ NSGയുടെയും അതോടൊപ്പം NIAയുടെയും പ്രത്യേക സംഘം ആ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ വാർത്തകളിൽ കണ്ടതിനും അപ്പുറം ഇതുവരെ കണ്ടതിനും കേട്ടതിനും അപ്പുറം വളരെ വലിയ ആഘാതം ഈ സ്ഫോടനത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ അത് ഈ ഭീകരാക്രമണമാണോ എന്നത് സംബന്ധിച്ച് ഔദ്യോഗികമായ സ്ഥിരീകരണം ഈ ഘട്ടം വരെയും വന്നിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ലാൽഖില, ഈ ദൃശ്യത്തിൽ ഇപ്പോൾ കാണുന്നത് ഈ ചെങ്കോട്ടയിലെ മെട്രോ സ്റ്റേഷനാണ്. ശ്രീകാന്ത്, ജനൻ TV വാർത്താ സംഘം സംഭവ സ്ഥലത്തെത്തി. ഏകദേശം 50 മീറ്റർ അകലെയാണ് അവരിപ്പോൾ നിൽക്കുന്നത്. ഉള്ളിലേക്ക് കടത്തിവിടുന്നില്ല. പക്ഷേ ശ്രീകാന്ത് നിൽക്കുന്ന ഇടത്ത് ആ പൊട്ടിത്തെറിച്ച വാഹനത്തിൻ്റെ ഭാഗങ്ങൾ കിടപ്പുണ്ട്. അതായത് അത്ര വലിയ സ്ഫോടനമാണ് ഉണ്ടായത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് മറ്റെന്തെങ്കിലുമാണോ എന്ന ചോദ്യം നേർത്തു വരുന്നു എന്ന് വേണം പറയാൻ. കാരണം മരണം 5 എന്ന വിവരമുണ്ട്. ഏതായാലും 2 മരണം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. മരണസംഖ്യ ഉയർന്നേക്കുമെന്ന ആശങ്കയുണ്ട്. അവിടെ നിയന്ത്രണ വിധേയമാണ് കാര്യങ്ങൾ. എങ്കിലും സംഭവിച്ചതെന്ത് എന്ന ചോദ്യത്തിന് ഇപ്പോഴും കൃത്യമായ ഉത്തരം വരുന്നില്ല. കാരണം അത് കൃത്യമായി പറയേണ്ട ഒന്നാണ്. അത് നിരീക്ഷിച്ച് വിവരങ്ങൾ ശേഖരിച്ച് കൃത്യമായി പറയേണ്ട ഒരു കാര്യമാണ്. നോക്കൂ ഗൗതം, ഈ ഹഫീസ് സയ്യിദ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഞങ്ങൾ ബംഗ്ലാദേശ് കേന്ദ്രീകരിച്ച് ഭാരതത്തെ ആക്രമിക്കാൻ പദ്ധതിയിടുന്നു എന്നാണ്. അത് പറഞ്ഞത് എവിടെയാണ്? പാകിസ്ഥാനിൽ ഒരു റാലിയിലാണ് ആ പ്രഖ്യാപനം വന്നത്. അതായത് വലിയ പദ്ധതികൾ പല വഴിക്കിടുന്നു, അതൊക്കെയും നമ്മൾ പൊളിക്കുന്നു, അല്ലേ? അത് തന്നെയാണ് കൃഷ്ണരാജ്. അതായത് ഈ ഹാഫിസ് സയ്യിദിനെ പോലെയുള്ള ഭീകരവാദികൾ തുടർച്ചയായി പ്രകോപനം സൃഷ്ടിച്ചിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. കാരണം ഇത്തരം ഭീകര ശക്തികൾക്ക് കഴിഞ്ഞ കുറേ നാളുകളായി ഭാരതത്തിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നത് ഒരു വസ്തുതയായിരുന്നു. കാരണം ഞാനതാണ് നേരത്തെ സൂചിപ്പിച്ചുകൊണ്ടിരുന്നത്. ഈ 2014 മുൻപും 2014 ശേഷവുമുള്ള നമ്മുടെ രാജ്യത്തെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ മുൻപ് കോൺഗ്രസ് ഭരണകാലത്തൊക്കെ തുടർച്ചയായ സ്ഫോടനങ്ങൾ ഡൽഹിയിൽ മാത്രമല്ല, നമ്മുടെ വാണിജ്യ തലസ്ഥാനമായിട്ടുള്ള മുംബൈയിലെ ഭീകരാക്രമണങ്ങൾ, UPA സർക്കാരിൻ്റെ കാലത്ത് ഒന്നാം UPA സർക്കാരിൻ്റെ കാലത്ത് ഡൽഹിയിൽ മാത്രം 5 സ്ഫോടനങ്ങളും, UPA സർക്കാരിൻ്റെ കാലത്ത് ഒന്നാം UPA സർക്കാരിൽ മുംബൈയിൽ മാത്രം 3 വലിയ സ്ഫോടനങ്ങളുമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്കതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പക്ഷേ കഴിഞ്ഞ 2014 മുതലുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഈ ഭീകരശക്തികൾക്ക് കാര്യമായി സ്ഫോടന പരമ്പരകൾ നടത്തുവാനോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുവാനോ കഴിയുന്നൊരു പശ്ചാത്തലം ഇല്ല എന്നത് ഒരു വസ്തുത തന്നെയാണ്. അതിനാൽ തന്നെ ഇവർ അസ്വസ്ഥരായിരുന്നു. ഈ പാകിസ്ഥാൻ കേന്ദ്രീകൃത ഭീകരശക്തികൾ വളരെയധികം അസ്വസ്ഥരായിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഹാഫിസ് സയ്യിദിനെ പോലെ അല്ലെങ്കിൽ ജെയ്ഷെ മുഹമ്മദിൻ്റെ സ്ഥാപകൻ, ഇത്തരം ആളുകൾ ഇവരെല്ലാം തന്നെ അസ്വസ്ഥമാവുകയും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ, ഭാരതവിരുദ്ധമായ ഇന്ത്യ വിരുദ്ധമായ പ്രതികരണങ്ങൾ തുടർച്ചയായി നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു എന്നത് ഒരു വസ്തുതയാണ്. അത് നമ്മൾ കൃത്യമായി ഈ പ്രസ്താവനകളിലൂടെയൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ റെഡ് ഫോർട്ടിൽ നിന്നുള്ള ദൃശ്യം നമ്മൾക്ക് കാണാൻ സാധിക്കുന്നു. നമ്മുടെ ഡൽഹി ടീം റെഡ് ഫോർട്ടിൽ സ്ഫോടനം നടന്ന പ്രദേശത്ത് എത്തിയിരിക്കുന്നു. നേരത്തെ ശ്രീകാന്ത് ആ സ്ഥലത്ത് നിന്നും ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് വലിയൊരു ഉഗ്രസ്ഫോടനം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് എന്നത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാരണം വാഹനങ്ങൾ തകർന്നിരിക്കുന്നത് കാണാം. നോക്കുക, ഇപ്പോഴാ നമ്മുടെ ക്യാമറമാൻ പകർത്തുന്ന ദൃശ്യങ്ങൾക്കകത്ത് ഓട്ടോറിക്ഷകളുടെയൊക്കെ മുകൾ ഭാഗങ്ങൾ പൂർണ്ണമായും തകർന്നിരിക്കുന്നു. അപ്പോഴതൊരു ഉഗ്ര സ്ഫോടനമാണ് നടന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. ഗൗതം, ശ്രീകാന്ത്, ये नहीं कह सकते सर, हम तो भाग गए. ശ്രീകാന്ത്, കൂടുതൽ വിവരങ്ങൾ. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കണ്ട വ്യക്തി ഡ്രൈവർ കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഓട്ടോ പൂർണ്ണമായി അദ്ദേഹത്തിന് ഭാഗികമായി അതാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹം ആശുപത്രിയിലേക്ക് പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്.
हुआ भैया? ये ब्लास्ट हुआ होगा 7:30 बजे के आसपास, 7:45 बजे के आसपास। सर हमें दिखाने दो सर, बहुत देर से आदमी को पहले आप वीडियो बना लेना। ഓക്കെ ഇപ്പോൾ ഓട്ടോറിക്ഷ ഡ്രൈവർ അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഓട്ടോ പൂർണ്ണമായും തകർന്ന ആ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അദ്ദേഹത്തിന് സാരമായി ഏറ്റിട്ടുണ്ട് നമ്മളിൽ നിന്നും കഴിയുന്നു. 20 ആളുകളെ തന്നെ ഒഴിപ്പിച്ചിട്ടുണ്ട്. പരിക്കേറ്റവയ്ക്ക് കൂടി പറ്റിയിട്ടുണ്ട്. പ്രതികരണത്തിലേക്ക് കൂടി പോകാം. ഒരു പ്രതികരണത്തിലേക്ക് കൂടി പോകാം. भैया 1 मिनट भैया कितने बजे ब्लास्ट हुआ भैया? 6-7 बजे के आसपास, 6-7 बजे के आसपास। बहुत बड़ा ब्लास्ट हुआ इसका। कोई मतलब यहाँ पे कई लोग खड़े हुए थे, तो उसमें मतलब कई लोग मतलब उड़ गए, छीतड़े तक उड़ के गाड़ी पे आके दूसरे का, और गाड़ी भी खत्म हो गई, कई जन होगी। कितना गाड़ी? कम से कम 10 गाड़ी खड़ी खत्म हो गई वहाँ। 10 गाड़ी कम से कम 25-30 लोग थे वहाँ पे, क्योंकि रेड लाइट रहती है, क्योंकि ट्रैफिक तो वैसे भी रहता है, यहाँ पे जाम रहता है 24 घंटे। वो तो नहीं गाड़ी पार नहीं, गाड़ी वहीं खड़ी हुई थी सारी, तो वहीं से एकदम फटा, एकदम ऐसे गाड़ी हुई तो धुआं ही धुआं हो गया, मतलब अंधेरा हो गया। ഇപ്പോൾ നമുക്ക് കിട്ടിയ വിവരം, ഇപ്പോൾ സംഭവത്തിന് ദൃക്സാക്ഷിയായ വ്യക്തിയാണ് നമ്മളോട് ഇപ്പോൾ സംസാരിച്ചത്. ഏതാണ്ട് വൈകുന്നേരം ഒരു 6:55 കൂടിയാണ് ഈ സംഭവം ഉണ്ടായത്, ഈ പ്രശ്നമുണ്ടായത്, ഈ ബ്ലാസ്റ്റ് ഉണ്ടായത് എന്ന് അദ്ദേഹം പറയുന്നു. അത് മാത്രമല്ല, അത് വളരെ വലിയ ശബ്ദത്തോടെയുള്ള വളരെ വലിയ സ്ഫോടനമായിരുന്നു എന്നാണ് അദ്ദേഹം ഇപ്പോൾ നമ്മളോട് പറഞ്ഞത്. ആ സംഭവത്തിന് ദൃക്സാക്ഷിയായ വ്യക്തി നമ്മളോട് ചൂണ്ടിക്കാണിച്ചത്. അത് മാത്രമല്ല, നിരവധി വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിച്ചിട്ടുണ്ട് എന്നും നിരവധി ആളുകൾ ആ സംഭവ സമയത്ത് സ്ഥലത്തുണ്ടായിരുന്നു എന്നും അദ്ദേഹം, ആ ആളുകൾക്കൊക്കെ തന്നെ പരിക്കേറ്റു എന്നും ഈ സംഭവത്തിന് ദൃക്സാക്ഷിയായ വ്യക്തി നമ്മളോട് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള വ്യക്തികൾ, പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിലേക്ക് ദൃശ്യങ്ങൾ, ഈ സ്ഥലത്തേക്ക് പോകുന്ന ദൃശ്യം കാണുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ റെഡ് ഫോർട്ട് ദിവസം കൂടിയായിരുന്നു, തിങ്കളാഴ്ച ആയതിനാൽ തന്നെ ഇന്ന് അവധി. പക്ഷേ ഇതിന് തൊട്ടടുത്ത ക്ഷേത്രത്തിലും അതോട് ഒപ്പം തന്നെ ക്ഷേത്രത്തിന് സമീപത്തായി മറ്റ് മാർക്കറ്റ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ ഉണ്ട്. അവിടെ വന്നവരും ധാരാളം പേർ ഇവിടെ, ഏതാണ്ട് നമുക്ക് കിട്ടുന്ന വിവരം ആളുകൾ ഒരേ സമയത്താണ് ഈ വലിയ എന്നുള്ളതാണ് പറയുന്നതും. അതോടൊപ്പം 10-15 വാഹനങ്ങൾ തകർന്നിട്ടുണ്ട് എന്നും അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ച വ്യക്തി ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് സ്ഥലത്ത് അതീവ ബന്ദോബസ്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യമാസകലം ജാഗ്രതാ നിർദ്ദേശം നൽകി. 5 മരണം സ്ഥിരീകരിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 5 മരണം സ്ഥിരീകരിച്ചു എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 5 മരണം ഇതിനോടകം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ളത്. 7:29 തീ കെടുത്തി. മുംബൈ, ബംഗളൂരു ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ ഇവിടുത്തെ പോലീസ് ബന്ദോബസ്തിന്റേതാണ്. പോലീസ് സുരക്ഷ കൃഷ്ണരാജ്, നമ്മൾ ഇവിടെ വന്നപ്പോൾ ഈ പ്രദേശത്താകെ തന്നെ ഈ പൊട്ടിത്തെറി, ആളുകൾക്ക് വലിയ പരിക്കേറ്റ് ആളുകളുടെ ശരീരഭാഗങ്ങൾ തെറിച്ചു കിടക്കുന്നത് ഇവിടെ കാണാൻ സാധിക്കുന്ന കാഴ്ചയാണ്. ഇവിടെ പല ഭാഗത്തായി ശരീരം തെറിച്ചു കിടക്കുന്നത് നമുക്ക് ചോര ഒഴുകിയിരിക്കുന്ന പാടുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് ഈ ഘട്ടത്തിൽ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണിക്കുന്നതിനും അതിലുള്ള തടസ്സം കൊണ്ടാണ്. അതായത് നമ്മൾ വിചാരിച്ചതിനപ്പുറത്തേക്ക് ഇത് വലിയ ബ്ലാസ്റ്റ് തന്നെയാണ്. നമ്മൾ വിചാരിച്ചതിനപ്പുറത്തേക്ക് വലിയ സ്ഫോടനം തന്നെയാണ് ഈ ലാൽ ഖിലയിൽ നടന്നിട്ടുള്ളത്. ഈ ദൃശ്യത്തിൽ കാണുന്നത് ഇവിടെ അപകടത്തിൽ പരിക്കേറ്റ ആളുകൾ അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി അവിടെ ഈ സ്ഫോടനത്തിന്റെ ബാക്കി പത്രമായി അവരുടെ ശരീരം ഒക്കെ തന്നെ ഈ പ്രദേശത്താകെ നമുക്ക് കാണാം. അതിലേക്ക് മുഴുവനായി നമുക്ക് സാധിക്കില്ല. അതീവ ജാഗ്രത താകമാനമുണ്ട്. ഈ വാഹനങ്ങൾ പൊട്ടിച്ചിതറി അതിന്റെ ലോഹഭാഗങ്ങൾക്ക് സംഭവ സ്ഥലത്തായി കാണാനും സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിനോടകം ഈ പരിക്കേറ്റ ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റിക്കഴിഞ്ഞു. മരിച്ച
ആളുകളുടെ മൃതദേഹം ഇവിടെ നിന്നും നീക്കം ചെയ്തിട്ടുണ്ട്. കിട്ടുന്ന വിവരമനുസരിച്ച് 6 കാറുകൾ, 4 ബൈക്ക്, 4 ഇ റിക്ഷ എന്നിവ പൂർണ്ണമായും കത്തി നശിച്ചു എന്നുള്ളതാണ്. അതായത് പൊട്ടിത്തെറിച്ച് ഈ ലോഹഭാഗങ്ങൾ പല സ്ഥലത്തേക്ക് ചിതറി വീഴുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, ഇതിന് തൊട്ടടുത്തായി ഒരു ക്ഷേത്രമുണ്ട്. ഈ ക്ഷേത്രമാണോ ഇവർ ലക്ഷ്യമിട്ടത് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ആ ക്ഷേത്രത്തിൽ ഇന്ന് വന്നിട്ടുള്ള ക്ഷേത്രങ്ങളെയാണോ ഇവർ ലക്ഷ്യമിട്ടത് എന്ന സംശയമുണ്ട്. മുൻവശത്തായുള്ള കാർ പാർക്കിംഗ്, ഇനി അവിടെ വന്നിറങ്ങുന്ന ആളുകളെയാണോ ലക്ഷ്യമിട്ടത്? ഇത് ഭീകരാക്രമണം തന്നെ എന്ന് ഉറപ്പിച്ചിട്ടില്ല ഈ ഘട്ടം വരെയും. ഇനി അങ്ങനെങ്കിൽ ഈ അങ്ങനെ വന്ന മനുഷ്യരെയാണോ ലക്ഷ്യമിട്ടത് എന്നുള്ള സംശയമുണ്ട്. എന്താണ് എന്നുള്ള കാര്യത്തിൽ അവ്യക്തതയുണ്ട്. അതിൽ പല കഥകൾ കേൾക്കുന്നതല്ലാതെ ഈ വന്നിട്ടുള്ളതൊന്നും തന്നെ സ്ഥിരീകരണമല്ല. 5 മരണം ിട്ടുണ്ട്. 6:55 ഈ എന്ന് 29-നോടടുത്ത് തീ പൂർണ്ണമായും കെടുത്തി. LNGP ആശുപത്രിയിൽ ആ ദൃശ്യങ്ങളിലേക്കൊന്ന് പോയാൽ ഒരു തവണ കൂടി ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. അവിടെ പോലീസിന്റെ സംഭവത്തെ കുറിച്ച് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. NIA-യും NSCയും എത്തിച്ചേർന്നിട്ടുണ്ട്. കൃഷ്ണരാജ്, മനസ്സിലാക്കേണ്ട കാര്യം സ്ഫോടനത്തിന് പദ്ധതിയിട്ടതായിരുന്നു. അതിനുശേഷം वो जवाब देंगे इस बात के ऊपर. आप वेट करिए, अभी वेट करिए. आप सीनियर ऑफिसर आ रहे हैं, वो जवाब देंगे. वेट करो ना आप लोग. अभी അനുസരിച്ച് അത് നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല. അത് വലിയ സ്ഫോടനം തന്നെയായിരുന്നു. ഏതെങ്കിലും തരത്തിൽ കാറിന്റെ സാങ്കേതിക പ്രശ്നം കൊണ്ടോ CNG തകർന്നതുകൊണ്ടോ ഉണ്ടായ സ്ഫോടനം ആണ് എന്ന് വിശ്വസിക്കുക ഈ ഘട്ടത്തിലും വയ്യ. ഇവിടെ ഉണ്ടായിരുന്ന ചില ആളുകളോട് നമുക്ക് ചോദിക്കാം. ഭയ്യ, കിത്ര ബജെ ബ്ലാസ്റ്റ് ഹാപ്പൻ हुआ? ये 6:20 पे हुआ करीब. कितना लोग हैं उस समय इधर? कम से कम 100-200 से ज्यादा. कितना गाड़ी ब्लास्ट किया? एक गाड़ी पे लगा हुआ था, ब्लास्ट हुआ. पता नहीं क्या हुआ था. उसके आगे ऑटो था, उसके पीछे गाड़ी था. इतना तेज ब्लास्ट हुआ, बहुत आवाज आया. और मांस देखो इधर, आप देख सकते हो, ये मांस पड़ा है. ऐसा सामने में चीचड़ा बिछड़ गया था. ऐसा देखने को नजारा मिला. उसके बाद बहुत तेज ब्लास्ट हुआ गाड़ी में. वो मेट्रो स्टेशन का पास है वो गाड़ी? हाँ, ये 4 नंबर मेट्रो थोड़ा आगे था. अपनी रेडी उधर लग रही थी पीछे. हाँ, उस समय कितना लोग हैं उधर? उधर भी होता कम से कम 1500. उधर सारा इधर बंदा होता. पूरा आदमी को प्रॉब्लम है क्या? कोई प्रॉब्लम नहीं है. നിലവിൽ ഈ സംഭവത്തിന് ദൃക്സാക്ഷിയായ വ്യക്തികളുടെ അവരുടെ വിവരണം, ഈ സംഭവത്തെക്കുറിച്ചുള്ള അവരുടെ വിവരണമാണ് കിട്ടുന്നത്. നിലവിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. പോലീസ് ഉദ്യോഗസ്ഥർ അവരുടെ ഭാഗത്തു നിന്നുള്ള പരിശോധന ഓരോ സ്ഥലങ്ങളിലായി ഇപ്പോൾ നീട്ടുന്നുണ്ട്. ചില സ്ഥലങ്ങളിലായി രക്തം തളം കെട്ടിക്കിടക്കുന്നതും ശരീരഭാഗങ്ങളും കാണാൻ സാധിക്കും. പക്ഷേ ശ്രീകാന്ത്, 9 പേരുടെ മരണം സ്ഥിരീകരിക്കുന്നു എന്ന വാർത്ത വരുന്നുണ്ട്. 14 പേർക്ക് ഗുരുതര പരിക്കേറ്റു, 12 പേർക്ക് ഗുരുതരമായ പരിക്കേറ്റു എന്ന വാർത്തയും വരുന്നുണ്ട്. आपको कितने बजे जानकारी मिली और ये कैसा धमाका देख रहे हैं? कितना गंभीर हो सकता है? कैजुअलिटी से बहुत ज्यादा है. कैजुअलिटी सुरक्षा के कितने हैं उसका आंकड़ा क्या अभी आया है? इंजर्ड कितने हैं, कितनी कैजुअलिटीज है, वो आंकड़ा आया है अभी तक? सर, अभी तक क्या हालात हैं यहाँ के? पुलिस के आला अधिकारी अब मौके पर पहुँच रहे हैं. तमाम सवाल सर, फिर भी यहाँ पे कितनी कैजुअलिटीज क्या? एक मिनट आप लोग. നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് ഇപ്പോൾ 9 മരണം, 12 പേർക്ക് ഗുരുതര പരിക്ക് എന്നുള്ളതാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, ഡൽഹി പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഇവിടേക്ക് എത്തിച്ചേരുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിച്ച ഡൽഹി പോലീസിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തുന്നതാണ്. കൃഷ്ണരാജ്, നമ്മൾ കരുതിയതിനും അപ്പുറമാണ് ഈ സംഭവം. നമ്മൾ കരുതിയതിനും അപ്പുറമാണ് ഈ സ്ഥലത്ത് നടന്നിട്ടുള്ള
ഈ സ്ഫോടനം എന്നുള്ളത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത ആ ആംഗിളിലേക്ക് ഒരു ഭീകരാക്രമണം എന്ന നിലയിലേക്ക് തന്നെ ഇതിനെ നമുക്ക് കൊണ്ടെത്തിക്കാം എന്നാണ് തോന്നുന്നത്. കാരണം അത്ര വലിയ സ്ഫോടനം, 9 മരണം, 12 പേർക്ക് ഗുരുതര പരിക്ക്, നിരവധി വാഹനങ്ങൾ, ഇപ്പോൾ വന്നിട്ടുള്ള പട്ടികയിൽപ്പെട്ട അത്രയും വാഹനങ്ങളല്ല, അതിൽ കൂടുതൽ വാഹനങ്ങൾ കത്തി നശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കിട്ടുന്ന വിവരം. അതായത് ഡൽഹി രാജ്യ തലസ്ഥാനത്ത്, ഡൽഹിയിൽ ഏറ്റവും തന്ത്രപ്രധാനമായ മേഖലയിൽ സ്ഫോടനം നടന്നിരിക്കുന്നു. അത് ഭീകരാക്രമണമാണോ അതോ മറ്റെന്തെങ്കിലുമാണോ എന്നിനിയും സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. ഗ്രൗണ്ടിൽ നിന്നുള്ള വിവരങ്ങളാണ് ജനം ടിവിയിലൂടെ പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. എന്തായാലും ഏറെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഈ ഘട്ടത്തിൽ ഡൽഹിയിൽ നിന്നും നമുക്ക് നൽകാൻ സാധിക്കുന്നത്. പല ഭാഗത്തായി ഈ ആളുകൾ, ഗുരുതര പരിക്കേറ്റ ആളുകളെയും വഹിച്ചുകൊണ്ട് വാഹനങ്ങൾ, ആംബുലൻസുകൾ ചീറിപ്പായുന്ന ദൃശ്യങ്ങൾ നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ കണ്ടിരുന്നു. അതോടൊപ്പം തന്നെ ഈ ആളുകളുടെ ശരീരഭാഗങ്ങൾ ചിതറിത്തെറിച്ച് കിടക്കുന്ന ദൃശ്യങ്ങൾ ഇവിടെ കാണാം. ചോര തളം കെട്ടി കിടക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചിരുന്നു. വാരണാസി, അയോധ്യ അടക്കമുള്ള ക്ഷേത്ര നഗരികളിൽ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് സർക്കാരിന് ഇത് ഭീകരാക്രമണമാണ് എന്ന തരത്തിലേക്ക് വിവരങ്ങൾ കിട്ടി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഇതൊരു ഭീകരാക്രമണം തന്നെയായിരിക്കാം എന്ന രീതിയിലേക്ക് നമുക്ക് കാര്യങ്ങൾ വെളിപ്പെടുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. 9 മരണം, 12 പേർക്ക് ഗുരുതര പരിക്ക് എന്ന രീതിയിലാണ് രാജ്യത്താകമാനം എല്ലാ നഗരങ്ങളിലും അതീവ ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്വാഭാവികമായും ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത് ഭീകരാക്രമണം തന്നെയാകാം എന്നാണ് കരുതേണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന അറസ്റ്റ് അതിന്റെ ഭാഗമായി വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കരുതേണ്ടത്.